എടാ മോനെ ഓസിമ എന്നാ പണി വെച്ചിരിക്ക ഇത് 5 കൊല്ലത്തെ മോസ്റ്റ് വാണ്ടഡ് സ്ട്രൈക്കർ ഒരാൾക്കും വേണ്ടാഞ്ഞിട്ടല്ല, നല്ല കളിക്കാരനാ. പക്ഷെ അമ്മാതിരി കാശല്ലേ അവന് കൊടുക്കേണ്ടി വന്നത്. നേപ്പോളി അവന് വേണ്ടി 130 മില്യന്റെ ഒരു റിലീസ് ക്ലോസ് അങ്ങോട്ട് ഇട്ടു. അതിനുശേഷം പിന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കി. നേപ്പോളി വിചാരിച്ചു ഒരാളും വന്നില്ല, ഒരു ചോദ്യം വന്നില്ല. അവൻ ഓസിമൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയപ്പോ കോണ്ടെ പിന്നെ അവനെ ടീമിനെടുത്തില്ല. കോണ്ടെ പോയി നമ്മുടെ ലുക്കാക്കുനെ വാങ്ങി. ആദ്യം PSG വന്നു, ചെൽസി വന്നു. അൽ അഹ്ലി നല്ലൊരു ഓഫർ കൊടുത്തു. എന്താ കാര്യം, അവനാണെങ്കിൽ യൂറോപ്പ് വിട്ടു പോകാനും താല്പര്യമില്ല. ചെൽസിന്റെ ഒരു ക്യാമ്പ് തന്നെ അവന്റെ വീട്ടിന്റെ മുന്നിൽ ക്യാമ്പ് വെട്ടിയിരിക്കുകയായിരുന്നെന്നാണ് കേട്ടത്. അവർ വെട്ടിയൊക്കെ മടക്കി കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നു. കുറെ സമയം വേസ്റ്റ് ചെയ്തെന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. ചെൽസി അവരെ കാശ് കുറയ്ക്കാനും പോകുന്നില്ല. ചെൽസി അവരെ വീക്ക്ലി സാലറി ക്യാപ്ഡ് ആണ്. അതിന് മേലെ പോകുന്ന ഒരു പ്രശ്നമില്ല. അതന്നെയാണ് ഓസിമനോടും പറഞ്ഞത്. അതുകൊണ്ട് ആ ഡീല് നടന്നില്ല. ഇപ്പൊ ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു മൂവ് ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഓസിമൻ എന്താ ഗലറ്റസ്റയിലോട്ട് പോകുന്നു. ടർക്കിഷ് ക്ലബായ ഗലറ്റസ്റൈ ചാമ്പ്യൻസ് ലീഗിൽ പോലും അവർ ക്വാളിഫൈഡ് അല്ല. ശരിക്കുള്ള പ്ലാന്